Welcome to BSc Physics Main, Digital Electronics and Computer Science paper, Semester 6, Paper 4, 5th lecture. Today's discussion is 5th lecture. And the topic is decimal to octal conversion. Decimal number to octal conversion. That is the topic of discussion today. So the title is decimal to octal number conversion. And in the previous class we have seen how a octal number is converted into decimal. And now we see a decimal number into octal conversion. Method: divide the given decimal number successively by 8 and remainders are noted up. അതായത് ഈ തന്നിരിക്കുന്ന ഡെസിമൽ സംഖ്യയെ നമ്മൾ 8 കൊണ്ട് തുടർച്ചയായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ റിമൈൻഡേഴ്സ് കിട്ടും. ആ റിമൈൻഡേഴ്സിൽ ആ റൈറ്റ് സൈഡിൽ നോട്ട് ചെയ്തിട്ട് അത് മേൽപോട്ട് വായിക്കണം. യു നോട്ട് ദി ആരോ. അതായത് തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിനെ 8 കൊണ്ട് തുടർച്ചയായിട്ട് ഡിവൈഡ് ചെയ്യുക. കിട്ടുന്ന ആ ഡിവിഷൻ്റെ റിമൈൻഡർ വാല്യൂസ് എല്ലാം റൈറ്റ് സൈഡിൽ നോട്ട് ചെയ്യണം. എന്നിട്ട് അവ മേൽപോട്ട് വായിച്ചാൽ മതി. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് കൺവേർട്ട് 543 ടു ദ ബേസ് 10 ഇൻറ്റു ഒക്ടാൽ. Convert 543 to the base 10 into octal. So we have written 543, divide it by 8, it is 67 times and the remainder is coming as 7. Then you divide 67 by 8, then we get 8 times. 8 into 8 is 64, the remainder is 3. Again divide 8 by 8, we get 1, the remainder is 0. അപ്പോൾ റിമൈൻഡർ കാണാനായിട്ട് നമ്മൾ ഈ 8ൻ്റെയൊക്കെ ടേബിൾ കൊടുത്തിരിക്കണം. ഇപ്പോൾ 543/8, അപ്പോൾ അത് ഈ 54-നകത്ത് 8 പിന്നെ 6 പ്രാവശ്യം പിന്നെ 6 സിസ്റ്റം വരും എന്നൊക്കെ ഓർത്തിരിക്കണം. അപ്പോൾ അത് പ്രയാസമാണെങ്കിൽ ഈ 8ൻ്റെയൊക്കെ ടേബിൾസ് പട്ടിക അറിയാൻ പാടില്ലെങ്കിൽ ചെയ്യേണ്ടത് നമ്മൾ 543 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 67 കിട്ടും. ഒരു ദശാംശസംഖ്യ കിട്ടും. ആ ദശാംശസംഖ്യയെ നമ്മൾ 8 കൊണ്ട് ഗുണിച്ചാൽ ആ റിമൈൻഡർ കിട്ടും. അങ്ങനെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് പെട്ടെന്ന് ഡിവൈഡ് ചെയ്യാം. നേരിട്ട് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 8ൻ്റെ അല്ലെങ്കിൽ അതുപോലുള്ള ടേബിൾസ് അറിയാൻ പാടില്ലെങ്കിൽ ചെയ്യേണ്ട ഒരു എളുപ്പ വഴി ഞാൻ പറയുകയാണ്. വായിക്കുമ്പോൾ നമുക്കൊരു ഇപ്പോൾ 543/8 67 പോയിൻറ്റ് സംതിങ് ആണ്. ആ സംതിങ് ആണ് റിമൈൻഡർ. ആ റിമൈൻഡറിൻ്റെ കറക്റ്റ് വാല്യൂ ഹോൾ നമ്പർ വാല്യൂ കിട്ടാനായിട്ട് അതിനെ 8 കൊണ്ട് കുടിച്ചാൽ മതി. അപ്പോൾ 7 കിട്ടും. അതേപോലെ 67 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 പോയിൻറ്റ് സംതിങ്ങാണ് കിട്ടുന്നത്. ആ ദശാംശം സംതിങ് അത് 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 3 എന്ന് കിട്ടും. അങ്ങനെ ഒരു കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് റിമൈൻഡർ പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ചെയ്തു വരുമ്പോൾ 543 ടു ദ ബേസ് 10 ഈസ് ഈക്വൽ ടു 1037 ടു ദ ബേസ് 8. 543 ഡെസിമലിൽ 543 നമ്മൾ ആ ഒക്ടാലാക്കുമ്പോൾ കിട്ടുന്നത് 1037 ടു ദ ബേസ് 8. Now we can see another problem. Similar 1 or 2 problems, 2-3 problems I have done here. ഒരേ ടൈപ്പുള്ള ഒരു 3-4 ക്വസ്റ്റ്യൻ ഉണ്ട്. ദാറ്റ്സ് എ ഹോംവർക്ക്, ബട്ട് യു ക്യാൻ സീ ദ ആൻസർ ഓൾസോ ഹിയർ. 175 ടു ദ ബേസ് 10 ഇൻറ്റു ഒക്ടാൽ. ദ ഡെസിമൽ നമ്പർ 175 ടു ദ ബേസ് 10 ഇൻറ്റു ഒക്ടാൽ. ദ ആൻസർ ഈസ് 257 ടു ദ ബേസ് 8. You see the division, 175/8, we get 21 and 7 is the remainder. Again 21/8, 2 times, 5 is the remainder. You note the remainders up, we get 257. So 175 to the base 10 is equal to 257 to the base 8. Another problem on the right side. Convert to 403 to the base 10 into octal. 403/8 is equal to 50 point something, and that point something is 3. 50/8, 6 times, 2 remainder. So the octal equivalent is 6 to 3. That is 403 to the base 10 we can write as 623 to the base 8. Next problem, decimal fraction into octal fraction. How will you convert decimal fraction into octal fraction?
This method is similar to the binary fraction or the decimal fraction into binary in that manner. Here, we have to convert decimal fraction into octal fraction. The method is similar to conversion of decimal fraction into binary fraction. What we do here, method, multiply successively by 8 and note the carry down. അതായത് നമ്മൾ ഈ തന്നിരിക്കുന്ന ഡെസിമൽ സംഖ്യയെ പോയിന്റ് ദശാംശ സംഖ്യയെ നമ്മൾ 8 കൊണ്ട് തുടർച്ചയായിട്ട് ഗുണിക്കുക, എന്നിട്ട് ആ ക്യാരി പൂർണ്ണസംഖ്യ നമ്മൾ കീഴോട്ട് വായിക്കണം. ഉദാഹരണം, ഇപ്പോൾ 0.26 to the base 10 അതിനെ ഒക്ടാലാക്കണം. So 0.26 into 8, we get 2.08. 2 is the carry part or the integer part that we write as 2. Then 0.08, that is the decimal part remaining. 0.08 into 8 is equal to 0.64, and there is carry is 0. So we note 0. We continue the process. 0.64 into 8, 5.12, the carry is 5. Then 0.12 into 8, 0.96, 0 is the carry. 0.96 into 8, that is 7.68, 7 is the carry, integer part. Now we can stop. It is a recurring one. It will continue indefinitely. So we can stop. And we write, therefore, 0.26 to the base 10 is equal to 0.20507 to the base 8. The carries are noted down. Remember, for fraction, we have to note down the carries. Next question, convert 0.15 to the base 10 into octal. 0.15 into 8 is 1.20, the carry is 1. 0.20 into 8 is 1.60, carry is 1. 0.6 into 8, that is 4.8, carry is 4. 0.8 into 8, 6.4, carry is 6. 0.4 into 8, 3.2, carry is 3. We can stop here. And the carries are noted down. So, 0.15 to the base 10 is equal to 0.11463 to the base 8. That's the method. Now comes the combination. The combination of these two, that is, in the decimal number there is integer part and also the fractional part. Integer part and the fractional part. What we do? So in this case, we have to separately find the octal equivalent of integer part and also the octal equivalent of decimal part. The first question is, convert 175.15 to the base 10 into octal. So at first, we convert 175 into octal by successive division by 8. And the second part, we multiply 0.15 by 8 successively and we note the carries downwards. We combine these two and write the final answer as 175.15 to the base 10 as 257.1146. ഇവിടെ നമുക്ക് ഈ 174.15 ടു ദ ബേസ് 10 ആണ്, അതിനെ ഒക്ടാലാക്കണം. ഇവിടെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ഉണ്ട്. 175 എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ പാർട്ടാണ്, 0.15 ഫ്രാക്ഷണൽ പാർട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 175നെ നേരത്തെ ചെയ്തതുപോലെ 8 കൊണ്ട് ഭാഗിച്ചിട്ട് റിമൈൻഡേഴ്സ് മേപ്പോട്ട് നോക്കി ഇക്വലൻ്റ് സംഖ്യ കണ്ടുപിടിക്കണം. അതേപോലെ 0.15നെ നമ്മൾ 8 കൊണ്ട് ഗുണിച്ച് ക്യാരി നോട്ട് ചെയ്തിട്ട് ക്യാരി കീഴ്പോട്ട് നോട്ട് ചെയ്യണം. ഇവരുടെ ഒരുമിച്ച് എഴുതിയാൽ മതി. അപ്പോൾ ആൻസർ ഈ 175.15 ടു ദ ബേസ് 10 എന്ന് പറഞ്ഞാൽ 257.1146 ആയിട്ട് കിട്ടും. അതേപോലൊരു ക്വസ്റ്റൻ അടുത്ത് എഴുതിയിരിക്കുന്നത് 134.133 ടു ദ ബേസ് 10. അതിനെ ഒക്ടാൽ ഇക്വലൻ്റ് ആക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? 134.133 134നെ 8 കൊണ്ട് ഭാഗിച്ച് നമ്മൾ ആദ്യം അതിൻ്റെ ഡെസിമൽ ഇക്വലൻ്റ് കാണണം. ഡെസിമൽ ഒക്ടാൽ ഇക്വലൻ്റ് കാണണം.
എന്നിട്ട് 0.133യെ 8 കൊണ്ട് ഗുണിച്ച് അതിൻ്റെ ആ ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ ഒക്ടാൽ ഇക്വലൻ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇങ്ങനെയായിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കുക. യു ക്യാൻ ഡു ഇറ്റ് യുവർ സെൽഫ്. അപ്പോൾ നമുക്ക് 134.133 ടു ദ ബേസ് 10 ഈസ് 206.104 ടു ദ ബേസ് 8 എന്ന് കിട്ടും. You calculate it. You will get the answer. Our next topic is binary to octal conversion. So far we have seen the decimal to octal or the decimal fraction into octal. Now we say binary to octal conversion. ഈ ബൈനറി നമ്പർ തന്നാൽ ഒക്ടാലാക്കുന്ന രീതിയാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ചിന്ത വരുന്നത് ബൈനറിയെ നമ്മൾ ഡിസിമലാക്കണം, ഡിസിമലിനെ ഭാഗിച്ച് നമുക്ക് ഒക്ടാലാക്കാം എന്നാണ് ചിന്ത വരുന്നത്. ബൈനറിയെ ഒക്ടാലാക്കാൻ പറഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് തോന്നുക ആദ്യം ബൈനറിയെ നമ്മൾ ഡെസിമലാക്കണം. ആ ഡെസിമലിനെ ഭാഗിച്ചല്ലെങ്കിൽ ഗുണിച്ച് വേണ്ടതുപോലെ ഒക്ടാലാക്കണം. അപ്പോൾ ഒരു 2 സ്റ്റെപ്പായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഒരു സിംഗിൾ സ്റ്റെപ്പായിട്ട് നമുക്ക് ബൈനറിയെ ഒക്ടാലാക്കി മാറ്റാം. 2 സ്റ്റെപ്പ് വേണ്ട. ബൈനറി ആദ്യം ഡെസിമലാക്കണ്ട, ഡെസിമലിനെ പിന്നെ കൺവേർട്ട് ചെയ്ത് ഒക്ടാലാക്കണ്ട. പകരം നേരിട്ട് ബൈനറിയെ ഒക്ടാലാക്കുന്നൊരു മെത്തേഡുണ്ട്. ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ബൈനറി ട്രിപ്ലറ്റ് മെത്തേഡ്. We can convert binary number into octal number directly by a method known as binary triplet method. What is it? Binary triplet method to convert a binary number into octal number. The method is, in this method, the given binary number arranged into groups of 3 bits starting from the octal point, and each group is converted into equivalent octal number. Extra zeros can be added. You write a can. Extra zeros can be. Can is missing there. Extra zeros can be added in front if needed. അതായത് ഈ മെത്തേഡിൽ ബൈനറി തന്നാൽ അത് ചിലപ്പോൾ ഫ്രാക്ഷനൊക്കെ കാണുമായിരിക്കും. അപ്പോൾ ആ ഫ്രാക്ഷണൽ പോയിന്റ് നോക്കണം. ആ പോയിന്റ് നോക്കിയിട്ട് ആ മുമ്പോട്ടുള്ള സംഖ്യ നോക്കണം, ഫ്രാക്ഷന് ശേഷമുള്ള സംഖ്യ നോക്കണം. അതിന് ഇക്വലൻ്റ് ആയിട്ട് 3 ബിറ്റ് ബൈനറി ഇക്വൽ നോക്കണം. അതങ്ങോട്ട് റീപ്ലേസ് ചെയ്താൽ മതി. അതായത് ബൈനറി നമ്പറിൽ ആ ബൈനറി പോയിന്റ് നോക്കണം. എന്നിട്ട് 3 ഡിജിറ്റിൻ്റെ ഗ്രൂപ്പായിട്ട് റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് തിരിക്കണം. അപ്പോൾ ഗ്രൂപ്പിൽ 3 എത്തിയില്ലെങ്കിൽ നമുക്ക് 0 ഇടാം. ലെഫ്റ്റ് 0 ഇടാം, റൈറ്റ് 0 ഇടാം. അതായത് ഈ ബൈനറി സംഖ്യയുടെ പിന്നെ ഇൻറ്റീജർ പാർട്ടിൽ ലെഫ്റ്റിൽ 0 വന്നാൽ വിലയ്ക്ക് മാറ്റമില്ല. അതുപോലെ ഫ്രാക്ഷണൽ പാർട്ടിൽ റൈറ്റിൽ 0 വന്നാലും വിലയ്ക്ക് വ്യത്യാസമില്ല. ആ പോയിന്റ് ഓർത്തുകൊണ്ട് നമ്മൾ 3 ബിറ്റ് ഗ്രൂപ്പായിട്ട് എഴുതിയതിന് ശേഷം ഒക്ടാൽ നമ്പർ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നതാണ് ഈ ബൈനറി ട്രിപ്ലറ്റ് മെത്തേഡ്. ഇവിടെ നോക്കുക, എക്സാമ്പിൾ പഠിക്കുമ്പോഴാണ്, എക്സാമ്പിൾ കാണുമ്പോഴത് മനസ്സിലാകുന്നത്. കൺവേർട്ട് 101 ടു ദ ബേസ് 2 ഇൻറ്റു ഒക്ടാൽ. അപ്പോൾ ഇതൊരു ബൈനറി നമ്പറാണെന്ന് ആ ബേസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതിന് ഒക്ടാലാക്കണം. അപ്പോൾ ഇതൊരു പൂർണ്ണസംഖ്യയാണ്. ഇവിടെ ഫ്രാക്ഷണൽ പാർട്ട് പോയിന്റ് ഇല്ല, ബൈനറി പോയിന്റ് ഇല്ല. അതുകൊണ്ട് നമുക്ക് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 3 ബിറ്റിൻ്റെ ഗ്രൂപ്പ് ആക്കണം. ഇപ്പോൾ 101 011 അങ്ങനെ വരും. അപ്പോൾ ആ ഗ്രൂപ്പാക്കിയിരിക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നു. നോക്കി ഉണ്ടോ? അല്പം അകത്ത് എഴുതിയിരിക്കുക 101 011 അങ്ങനെ അകത്ത് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പഴയ ടേബിൾ എന്ന് ഓർത്ത് നോക്കണം. ഈ ബൈനറി ഒക്ടാൽ നമ്പർ റിലേഷൻ ഓർക്കണം. ഇപ്പോൾ ബൈനറി 000 ആണെങ്കിൽ ഡെസിമലിൽ നമ്മൾ 0 എന്ന് പറയും. 001 ആണെങ്കിൽ ഡെസിമൽ 1 എന്ന് പറയും. അങ്ങനെ 111 ആണെങ്കിൽ 7 വരെ. 7 വരെയുള്ള അക്കങ്ങളിലേ ഉള്ളൂ ഈ പിന്നെ ഒക്ടാലിനകത്ത്. അപ്പോൾ 7 കൊണ്ട് സ്റ്റോപ്പ് ചെയ്യണം. 3 ഒന്ന് ഒരുമിച്ച് വരുന്നതാണ് ഇവിടുത്തെ ഏറ്റവും കൂടിയ ഈ സംഖ്യ നമ്പർ. 111 അത് 7 ആകും. 000 അത് 0 ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓർഡർ. ഇങ്ങനെയുള്ള ഈ 3 ബിറ്റിൻ്റെ ഗ്രൂപ്പായിട്ട് മാറ്റുന്നതാണ് ബൈനറി ട്രിപ്ലറ്റ് മെത്തേഡ്. അപ്പോൾ നോക്കിയേ 101 011 ടു ദ ബേസ് 2. ആദ്യം 101 നമ്മൾ ഈ റൈറ്റിൽ ടേബിളിൽ നോക്കിയാൽ കാണാം അത് 5 ആണെന്ന് കാണാം. 5
അടുത്ത 011 നോക്കിയാൽ കാണാം അത് 3 ആണെന്ന് കാണാം. അപ്പോൾ നമുക്ക് ഈ 101,011 to the base 2 എന്ന് പറഞ്ഞാൽ 53 to the base 8 എന്ന് എഴുതാവുന്നതാണ്. അപ്പം എന്താ ചെയ്യേണ്ടത്? യു ഗ്രൂപ്പ് ഇൻറ്റു ഗ്രൂപ്പ് each group should contain 3 bits and we have to replace the 3-bit group by the respective binary respective decimal number that is given in the table. Now next question, calculate the following binary numbers into octal numbers. അപ്പോൾ ഇനി പറയുന്ന ബൈനറി നമ്പർ ഒക്ടൽ നമ്പർ ആക്കി മാറ്റുക. ആദ്യ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. അതൊരു 9 ഡിജിറ്റുള്ള ഒരു ബൈനറി നമ്പറാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളല്ല, കാരണം അതിനകത്ത് ലെഫ്റ്റിൽ 5 ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് 3 എണ്ണത്തിൻ്റെ ഗ്രൂപ്പാക്കാൻ മാറ്റുന്നുണ്ട്. റൈറ്റിൽ 2 ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ 3ൻ്റെ ഗ്രൂപ്പ് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ലെഫ്റ്റിൽ നമുക്ക് 0 ആഡ് ചെയ്യാം, റൈറ്റിൽ 0 ആഡ് ചെയ്യാം. ഇപ്പോൾ പോയിൻ്റ് ആണെങ്കിൽ ആ ഇൻഡിവിജ്വൽ പാർട്ടിൽ 0 ലെഫ്റ്റിലാണെന്നുകൊണ്ട് തെറ്റില്ല. അവിടെ അപ്പോൾ അതിൻ്റെ വാല്യൂ മാറത്തില്ല. റൈറ്റിൽ 0 ഇട്ടാലും ഈ ഫ്രാക്ഷൻ ആകുമ്പോൾ അതിൻ്റെ വാല്യൂ മാറത്തില്ല. ഈ ഐഡിയ ഓർത്ത് കൊള്ളണം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. സി ദ ഫസ്റ്റ് പോയിന്റ്, ഫസ്റ്റ് പ്രോബ്ലം. 11,110,11,1 to the base 2. You know 111, it is 7. The table is again reproduced here for convenience. You look, 111 is 7 and 110 is 6. 111 is again 7. Therefore 111, 110, 111 is equal to 767 to the base 8. Next question, 10101.11. So we can add extra zeros on the left and on the right. So we get 010,101.110. So the first group is 2, second group is 5, third group is 6, 25.6 to the base 8. And the third problem, 1010.1011. So we can add 2 zeros on the left side and 2 zeros on the right side. So we get 001,010.101,100. That is equal to 12.54 to the base 8. Now comes octal to binary conversion. Octal to binary conversion. നമ്മൾ ബൈനറി ടു ഒക്ടലാണ് പഠിച്ചത്. ഇനി ഒക്ടാൽ ടു ബൈനറി ഇത് നേരെ മറിച്ച് ചെയ്താൽ മതി. നമുക്ക് ഓരോ ഒക്ടാൽ നമ്പറിൻ്റെ സ്ഥാനത്ത് ഇക്വലൻ്റ് 3-bit ബൈനറി എഴുതിയാൽ മതി. ഫോർ ദിസ് ഈച്ച് ഡിജിറ്റ് ഓഫ് ദി ഗിവൺ നമ്പർ ഈസ് converted. You not converted. Converted spelling is not complete. You have to complete. Converted into is equal to binary triplet. Example, convert 75 to the base 8 into binary. The answer is 7. 7 is 111, the table. 5, it is 101. Therefore, 75 to the base 8 is equal to 111, 101 to the base 2. Next problem. Convert the following octal numbers into binary. അപ്പോൾ ഇനി പറയുന്ന ഈ ഒക്ടാൽ നമ്പേഴ്സിനെ ബൈനറി ആക്കി മാറ്റുക. 4.05 to the base 8. 4 is 100. 0 is 000. 5 is 101 to the base 2. Similarly, others 74.562 to the base 8. 111, 100.101, 110, 010 to the base 2. 547.75 to the base 8. That also we have converted. The last is 2.0015 to the base 8. 2 is 0.010, 000, again 0, 000, now 1, 001, 5, 101 to the base 2. Thus we can convert very easily. That is all with your 5th lecture
on digital electronics and computer science paper. Thank you very much.